അടുത്ത പ്രതിഷേധം പാലക്കാട് നിന്നാണ്. SFI സമരകാലത്തേക്ക് കടക്കുകയാണ്. ആദ്യ പ്രതിഷേധം പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ, പക്ഷേ ഇത് കേന്ദ്രത്തിനെതിരെയാണ്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ്, സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. ഭാഗമായിട്ടുള്ള സമാന്തര സംവിധാനത്തിൽ വളർന്നു വന്നിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാഫിയ പണിയെടുത്തു കൊടുക്കുകയാണ്. എല്ലാ തവണയും ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു, എല്ലാ തവണയും സുരക്ഷിതത്വമില്ലാത്ത വിധത്തിൽ നീറ്റ് പരീക്ഷ നടപ്പിലാക്കപ്പെടുന്നു. അപ്പോഴും ദൂഷിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളാണ്. ഈ കൊല്ലം ജില്ലയിൽ തന്നെയാണ് അടിവസ്ത്രം ഊരിക്കൊണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിയെ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിയത്. നമുക്ക് ഓർമ്മയില്ലേ ചരിത്രം? ഈ പരീക്ഷയുടെ ഘട്ടത്തിൽ തന്നെയാണ്, മെയ് മാസം 6 തന്നെയാണ്, ശനിയും ഞായറും ദിവസം MBBS വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കോപ്പിയടിക്ക് സഹായിക്കുന്നു എന്ന് അവരെ ആരോപിച്ചുകൊണ്ട് പരീക്ഷയുടെ സമയത്ത് രാജ്യത്തെ മുഴുവൻ MBBS വിദ്യാർത്ഥികളും ക്ലാസ്സിൽ ഉണ്ടാകണം, അല്ല എങ്കിൽ മാൽപ്രാക്ടിക്സ് നടക്കുമെന്ന് NBS. പാലക്കാട്ടെ ദൃശ്യങ്ങളാണ്, ജലപീരങ്കി പ്രയോഗമാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ പാലക്കാട് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിട്ട വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗമാണ്. എന്താണ് പാലക്കാട്ടെ വിവരങ്ങൾ? സമയമാണ് SFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിലും അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയുടെ ഈ ചോദ്യപേപ്പർ ചോർച്ചയിലും കടുത്ത നടപടി തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു SFI പ്രവർത്തകർ ഈ പ്രതിഷേധത്തിലേക്ക് കടന്നത്. SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി വന്ന ഈ പ്രവർത്തകർ പിന്നീട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് ഒരുക്കിയിരുന്ന ബാരിക്കേഡ് പൂർണ്ണമായും തകർക്കുകയായിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ സമരക്കാർ ശ്രമിച്ചതോടുകൂടിയാണ് പിന്നീട് പോലീസ് നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ ഈ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇപ്പോൾ ഒരു ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ വീണ്ടും ഈ പ്രതിഷേധക്കാർ പ്രകോപിതരാവുകയും ഈ ബാരിക്കേഡ് പൂർണ്ണമായും തകർത്ത് ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലേക്ക് ഇപ്പോൾ ഇവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ SFIയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയായിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് ഒരുക്കിയ മുഴുവൻ ബാരിക്കേഡും ഇപ്പോൾ SFI പ്രവർത്തകർ ചേർന്ന് തകർത്തിരിക്കുന്നു. അത് പൂർണ്ണമായും ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലേക്ക് കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിനെ മറികടന്നുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലെ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ കടക്കുന്നു. വീണ്ടും ഇപ്പോൾ ജലപീരങ്കി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇവിടെ നിന്ന് പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങണമെന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ SFI പ്രവർത്തകർക്ക് പോലീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നീറ്റ് പരീക്ഷ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഈ പരീക്ഷാ പേപ്പർ ചോർത്തിയ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും SFI പ്രവർത്തകർ ഇപ്പോൾ ഒരുകൂട്ടം SFI പ്രവർത്തകർ പോലീസിനെ മാറ്റി ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. മുതിർന്ന നേതാക്കളെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പ്രവർത്തകർ ഇപ്പോൾ കൂട്ടത്തോടെ എത്തി ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് നീങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ വീണ്ടും നടത്തുന്നത്.
അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ SFI പ്രവർത്തകരുമായി സംസാരിക്കുന്നു, നേതാക്കളുമായി സംസാരിക്കുകയാണ്. അവർ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മോദി സർക്കാരിനും എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായാണ് ഇപ്പോൾ ഈ SFI പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും ഈ മേഖലയിൽ തന്നെ തുടരുകയും ചെയ്യുന്നത്. ഇവിടെ SFIയുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള വിപിൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വിപിൻ ഉൾപ്പെടെയുള്ള ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നടപടി തന്നെ വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയുടെ പരീക്ഷാ പേപ്പർ ചോദ്യ പേപ്പർ ചോർക്കപ്പെടുന്നത്. 720 മാർക്കിന്റെ പരീക്ഷാ പേപ്പറിൽ 600 മാർക്കും പറയുന്ന വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിക്കുന്ന മക്കളുടെ അവരുടെ പ്രയത്നത്തെ ഒന്നും പുല്ലുവില വെക്കാതെ ഈ പറയുന്ന ശരി, സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്.